Hi friends, welcome to another episode of Lakshmi's Cooking Stories. ഇന്ന് ഞാനൊരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആന്ധ്ര ചിക്കൻ ഫ്രൈ. ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. പക്ഷേ നമ്മളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ചിക്കൻ ഫ്രൈ ആണിത്. കാരണം ഇതിൻ്റെ ഫ്ലേവർ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം അതിൽ ചേർക്കുന്ന സ്പൈസസ് ഒക്കെ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്തുകൂടെ നോക്കണം. അപ്പോൾ നമുക്ക് ആ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആന്ധ്ര ചിക്കൻ ഫ്രൈയുടെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്ന മാരിനേഷനാണ്. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി മാരിനേഷന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഒരു 4 ടീസ്പൂൺ, ഗാർലിക് ഇങ്ങനെ കുഞ്ഞായിട്ട് ചതച്ച് വെച്ചത് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി അതുപോലെ കുഞ്ഞായി നുറുക്കിയത് 1 ടീസ്പൂൺ. ഇനി അതിലേക്ക് 1 നാരങ്ങയുടെ ജ്യൂസ് അതുകൂടെ ചേർത്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്തു. ഇനി നമുക്കിത് നന്നായിട്ട് യോജിപ്പിച്ച് വയ്ക്കാം. ഇനി ഈ മാരിനേഷൻ സെറ്റ് ആവാനായിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ അടച്ചു വെച്ചിരിക്കാം. ചിക്കൻ്റെ മാരിനേഷൻ സെറ്റ് ആവുന്ന ടൈം കൊണ്ട് നമുക്കിതിന് വേണ്ട മസാലകളെല്ലാം വറുത്ത് പൊടിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 8 വറ്റൽ മുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ഷാ ജീരകം, 1/2 ടീസ്പൂൺ സാധാരണ ജീരകം, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, ഒരു 4 മുതൽ 5 വരെ ഏലക്ക, ഒരു ടീസ്പൂണോളം കുരുമുളക്, ഒരു 4 ഗ്രാമ്പ്, ഇത്രയും നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കണം. നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. മസാല ആവശ്യത്തിന് വറുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം നന്നായി പൊടിച്ചെടുക്കാം. നമുക്കിനി ആന്ധ്ര ചിക്കൻ ഫ്രൈയുടെ ഫൈനൽ പ്രിപ്പറേഷൻ സ്റ്റേജിലോട്ട് കിടക്കാം. ഇതുപോലെ ഒരു വലിയ കടായി എടുക്കുക. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ, വെജിറ്റബിൾ ഓയിലോ കോക്കനട്ട് ഓയിലോ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി ഇതിലേക്ക് ധാരാളം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 3 സവാള കുഞ്ഞായിട്ട് നുറുക്കിയതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച സമയത്ത് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്യും. ഇനി ഇത് നന്നായിട്ട് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. സവാളയുടെ ഒരു ക്രിസ്പി നേച്ചർ മാറി സ്ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഈ സവാളയായിട്ട് യോജിപ്പിച്ചെടുക്കാം.
ഫ്ലെയിം ഹൈയിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് സവാളയുമായിട്ട് നന്നായി യോജിപ്പിച്ച് എടുക്കാം. ഒരു 2 മിനിറ്റോളം നമുക്കൊരു ഫ്രൈയിങ് മോഡിലോട്ട്, അതായത് ഇത് ഫ്രൈ ആയി കിട്ടുന്ന പോലെ. അപ്പോൾ ഹൈ ഫ്ലെയിം തന്നെ വേണം അതിന്. അങ്ങനെയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റോളം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇങ്ങനെ വെച്ച് ഒന്ന് കുക്കാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് കിടന്നൊന്ന് സ്ലൈറ്റായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം വളരെ ലോയിലേക്ക് വെച്ച് ഒരു അടപ്പ് വെച്ച് അടച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ടാക്കാം. ആക്കിയതിന് ശേഷം ആദ്യം ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയുണ്ടല്ലോ, അതിൽ 1 ടീസ്പൂൺ നമുക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് യോജിപ്പിക്കാം. ഈ ടൈമിൽ ഫ്ലെയിം മീഡിയത്തിലോട്ട് ആക്കി വയ്ക്കുക. വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്യാൻ പാടില്ല, കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ആഡ് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വറുത്ത് പൊടിച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇതിനെ ഇളക്കി യോജിപ്പിക്കാം. വെള്ളമെല്ലാം നല്ല വറ്റി ഈ ചിക്കനോട് ചേർന്ന് വരും. അത് അങ്ങനെ യോജിപ്പിച്ചെടുക്കണം നമ്മൾ. ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഈ ഗ്രേവി വറ്റി ഈ ചിക്കനോടൊപ്പം ചേർന്ന് വരണം. നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം തന്നെ ഒരു ചെറിയ പച്ചമുളക് കുഞ്ഞായിട്ട് നുറുക്കിയതൂടെ ആഡ് ചെയ്തു. വീണ്ടും നമുക്ക് യോജിപ്പിച്ച് എല്ലാം ഒരുമിച്ച് യോജിപ്പിക്കാം. ഫ്ലെയിം കൂട്ടി വയ്ക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം. ഇത് കരിഞ്ഞു പോകരുത്. നോൺ സ്റ്റിക്ക് പാനായിരിക്കും ഈ പ്രിപ്പറേഷൻ ഏറ്റവും നല്ലത്. കാരണം അടി പിടിക്കാതെ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കണം. ആന്ധ്ര ചിക്കൻ ഫ്രൈഡ് റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.
ആന്ധ്ര ചിക്കൻ ഫ്രൈഡ് പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ മറ്റുള്ള ഫ്രൈ ഒക്കെ നമ്മൾ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിയാലും പ്രശ്നമില്ല. പക്ഷേ ഇത് അടുത്ത് നിന്ന് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടി വരും, എങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒപ്പം തന്നെ ചിക്കൻ ഉടഞ്ഞു പോകാതെയും നമ്മൾ ശ്രദ്ധിക്കണം. കണ്ടോ, ആ ഗ്രേവി എല്ലാം ചിക്കനിൽ പുരണ്ട് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ഈ ഒരു ടൈം ആകുമ്പോൾ ഇത് റെഡിയായി എന്നാണ് അർത്ഥം. ഇത് നല്ല സ്പൈസി ടേസ്റ്റി ആയിട്ടുള്ള ആന്ധ്ര ചിക്കൻ ഫ്രൈ റെഡിയായി. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ആന്ധ്ര ചിക്കൻ ഫ്രൈഡ് റെസിപ്പി എല്ലാവരും കണ്ടല്ലോ. ഇച്ചിരി സ്പൈസസിൻ്റെ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഷാ ജീര ഒക്കെ ചേർക്കേണ്ടി വരും. പക്ഷെ നല്ലൊരു ടേസ്റ്റി ആയിട്ട് വേറൊരു ഫ്ലേവറിലുള്ള ഒരു ഫ്രൈ ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതുപോലെ തന്നെ ആന്ധ്ര ഫിഷ് ഫ്രൈഡ് റെസിപ്പിയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതും ഇച്ചിരി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആന്ധ്ര ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പീസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.